സുഹൃത്തുക്കളെ, നമസ്കാരം. ദൈവമില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ നിരീശ്വരവാദികളായ വിശ്വാസികളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വിചിത്രമായി തോന്നും എന്നുള്ളത് കൊണ്ട് ഇതിന് ആസ്പദമായി നമുക്കേവർക്കും കാണാപ്പാടമറിയാവുന്ന ഒരു വേദഭാഗം, അതായത് 14-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യം. അത് ഇപ്രകാരമാണ്: ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഇത് തികച്ചും നിരീശ്വരവാദികളെപ്പറ്റി അല്ല പരാമർശിക്കുന്നത് എന്നത് പകൽ പോലെ സ്പഷ്ടമല്ലയോ? നിരീശ്വരവാദികൾ ഹൃദയത്തിലല്ല ദൈവമില്ല എന്ന് പറയുന്നത്, അവർ വെളിയിലാണ് പറയുന്നത്, വിളിച്ചു പറയുകയാണ് ദൈവമില്ല എന്ന്. അവരധരം കൊണ്ടാണ്, കഴിയുന്ന ശക്തി മുഴുവനും ഉപയോഗിച്ച് ഒരു മിഷണറി സീലോട് കൂടെയാണ് നിരീശ്വരവാദികൾ ദൈവമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത, ഇംഗ്ലണ്ടിൽ 450 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഫ്രാൻസിസ് ബേക്കൺ ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞ ഒരു കാര്യം, അത് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അത് പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. നമുക്കറിയാം, ഫ്രാൻസിസ് ബേക്കന് ആ കാലത്തുണ്ടായിരുന്ന ബൗദ്ധികമായ തലയെടുപ്പ് അസൂയാവഹമായിരുന്നു. ഇംഗ്ലണ്ടിൽ മാത്രമല്ല, യൂറോപ്പിലാകമാനം വളരെയധികം ബഹുമാനിക്കപ്പെട്ട ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു ഫ്രാൻസിസ് ബേക്കൺ. ആധുനിക യുഗത്തിൻ്റെ നെടുന്തൂണുകളിൽ ഒരാളായി അതിൻ്റെ ആരംഭകാലത്ത് തലയെടുത്ത് നിന്ന ഒരു വലിയ വ്യക്തിത്വ പ്രഭയായിരുന്നു ഫ്രാൻസിസ് ബേക്കൻ്റേത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്കൊന്ന് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന പുസ്തകത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നത്, നിരീശ്വരവാദികളായ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരാണ് യഥാർത്ഥ മിഷണറിമാർ. കാരണം ഒരു നിരീശ്വരവാദി ഉണ്ടെങ്കിൽ അവൻ കുറഞ്ഞത് ഒരു 10 നിരീശ്വരവാദികളെയെങ്കിലും സൃഷ്ടിക്കാനായിട്ടുള്ള വെമ്പൽ കൊള്ളുകയും അതിന് തക്കതായി ക്ലേശിക്കുകയും അധ്വാനിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു 10 കൺവേർട്സിനെയെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ അവന് ഉറക്കം വരികയില്ല. അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ മനഃശാസ്ത്രം എന്താണ്, സൈക്കോളജി എന്താണ് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ ആ പുസ്തകത്തിൻ്റെ ഈ പ്രത്യേക ഭാഗത്ത് പറയുന്നത്. ദൈവമില്ല എന്ന് പറയുവാൻ നിർബന്ധിതനായിത്തീരുന്ന, അല്ലെങ്കിൽ ദൈവമില്ല എന്ന ഒരു നിലപാടെടുക്കുവാൻ നിർബന്ധിതനായിത്തീരുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലും ദൈവസങ്കല്പമുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ബൗദ്ധികമായി പൊതുവായി എടുക്കുന്ന നിലപാടിൻ്റെ ഘടകവിരുദ്ധമായി അവൻ്റെ ഉള്ളിൽ അവൻ ദൈവത്തെ നിരാകരിക്കുമ്പോഴും ദൈവമുണ്ട് എന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥ, അതായത് ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ദൈവമില്ല എന്ന് നാക്കുകൊണ്ട് പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ആ ഒരു നിർബന്ധം അവനിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അവനിൽ തന്നെ ഒരു വിരോധാഭാസമാണ്, ഒരു സെൽഫ് കോൺട്രഡിക്ഷനാണ്. ആ അവസ്ഥ അസഹനീയമായ സമ്മർദ്ദം ജനിപ്പിക്കുന്നു. ഇറ്റ് ബ്രിങ്സ് ഹിം അണ്ടർ അൺബെയറബിൾ പ്രഷർ. ആ സമ്മർദ്ദത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടി, ഒന്ന് ഡയല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അവനാകപ്പാടെ അറിയാവുന്ന കാര്യമാണ് ദൈവമില്ലേ നിങ്ങളും കൂടെ വിശ്വസിക്കണേ എന്നും പറഞ്ഞ് ആളുകളെ സമീപിക്കുകയും അവരെ ഒക്കുമെങ്കിൽ വഴിതെറ്റിച്ച് അവൻ്റെ ഈ പരിതാപകരമായ അവസ്ഥ, മിസറബിൾ സ്റ്റേറ്റിൽ അവരെയും കൂടെ ആക്കി വെച്ചാൽ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നാടകകൃത്തായ ക്രിസ്റ്റഫർ മാർലോ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ നാടകമാണ് ഡോക്ടർ ഫൗസ്റ്റസ്. അതിനകത്ത് മെഫിസ്റ്റോഫിലസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് പിശാചിങ്ങനെ ഊടാടി നടന്ന് എല്ലാവരെയും വഴിതെറ്റിക്കുന്നതിനൊരു ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. പറയുന്നത്, അത് മെഫിസ്റ്റോഫിലസ് തന്നെ പറയുന്നത്, അതായത് പിശാച് പറയുന്നത്, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് റിലീഫ് ടു ഹാവ് കമ്പനി ഇൻ സഫറിങ്. നമ്മുടെ അവസ്ഥയോ ഈ കഷ്ടകാലമാണ്.
ദുരിതം സഹിച്ച് ജീവിക്കാനേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ അല്പം ഒരു ആശ്വാസം നമുക്ക് കണ്ടെത്താൻ ഒക്കുന്നത് എങ്ങനെയാണ്? കൂടുതൽ ആളുകൾ ഇതിൽ പെടുത്തിക്കഴിഞ്ഞാൽ യു ഹാവ് കമ്പനി ഇൻ സഫറിങ്. അതൊരു മനഃശാസ്ത്രമാണ്. ഏതായാലും ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്ന നിരീശ്വരവാദിയും അങ്ങനെയുള്ളവരെ പറ്റിയല്ല സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. ദൈവമില്ല എന്ന് മൂഢൻ അവൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ തീർച്ചയായും ഇത് വിശ്വാസിയുടെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് എന്നതിന് രണ്ട് പക്ഷമുണ്ടാകുവാൻ സാധ്യമല്ല. രണ്ട് തരത്തിലുള്ള വിശ്വാസികളുണ്ട്. ഒന്ന്, ദൈവം ഉണ്ട് എന്ന് പറയുകയും ആ ഒരു യാഥാർത്ഥ്യത്തെ ഭയന്ന് വല്ലപ്പോഴുമെങ്കിലും നേർവഴി നടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, എന്നാൽ അതിൽ പരാജയപ്പെടുന്നു അല്ല അല്പമൊക്കെ വിജയിക്കുന്ന ആളുകൾ. എന്നാൽ ദൈവമുണ്ട് എന്ന വാക്കുകൊണ്ട് നാവുകൊണ്ട് പറയുകയും ദൈവമില്ല എന്ന് ഹൃദയത്തിൽ സങ്കല്പിച്ച് അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ പരാമർശിച്ചാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്തോ, പക്ഷേ നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. ആരെപ്പറ്റിയാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ. അന്നത്തെ മതനേതാക്കന്മാർ, പ്രത്യേകിച്ച് പരീശന്മാരെ പരാമർശിച്ചുകൊണ്ട് യേശു പറയുന്നത്, അവർ പഠിപ്പിക്കുന്നത് പോലെ അവർ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്തോ, പക്ഷേ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. കാരണം അവരുടെ ചെയ്തി നോക്കിയാൽ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം നിരീശ്വരവാദികളാണ്. ദൈവത്തെ പറ്റിയുള്ള അനേക കാര്യങ്ങൾ അവർ മനോഹരമായി വളരെ ബൗദ്ധികമായ സൂക്ഷ്മതയിലൊക്കെ പഠിപ്പിക്കും. അവർ പഠിപ്പിക്കൽ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാൽ അവർ ചാട്ടുകൊണ്ട് നിങ്ങളുടെ പുറത്തടിക്കും. അവർ ദൈവത്തെ പറ്റിയുള്ള വലിയ എരിവ് കാണിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ നിരീശ്വരവാദികളാണ്. ദൈവമില്ല എന്നുള്ളിൽ പറഞ്ഞുകൊണ്ടാണ് ഈ ചാട്ടവാറ പ്രയോഗം നടത്തുന്നത് എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നാം വളരെ വളരെ വ്യക്തമായി ധരിച്ചിരിക്കണം. ഇനി എന്തുകൊണ്ടാണ് ഈ പറയാൻ പോകുന്ന കാര്യം അല്പം സൂക്ഷ്മതയുള്ളതാണ്. ദയവായി വളരെ ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണമേ. ഞാൻ വിനീതമായി നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അല്പം പോലും തിരിച്ചറിവ് നമ്മുടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഉള്ളിൽ ഞാൻ അല്പം ഭീതിയും ഭാരവും അനുഭവിക്കുന്നത് എന്നുകൂടെ നിങ്ങളുടെ ദയ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംവിധാനത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ദൈവമില്ല എന്ന സങ്കല്പമുണ്ടാകുന്നത്? ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു സംഘടനയുണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് മതപരമായ സംഘടനയുണ്ടാകും, അതായത് സഭ എന്ന് വിചാരിച്ചു, ഏത് സഭയായാലും അല്ലെങ്കിൽ ഏത് മത സംവിധാനമായാലും. ഇപ്പോൾ യഹൂദ മതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന നടത്തുന്നത് അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തുക നടത്തപ്പെടുന്നത് നമുക്കറിയാം. അവിടെയുള്ള പ്രശ്നം എന്താണ് അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവസങ്കല്പം എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തതയുണ്ടാകണം. യഹൂദൻ ഏകദൈവത്തിൽ വിശ്വസിച്ചു. ലോകത്തിലൊരു ദൈവം മാത്രമേ ഉള്ളൂ. എന്നാൽ അതേസമയം തന്നെ ആ ഒരു വിശ്വാസ പ്രമാണത്തെ സത്യസന്ധമായി അതിൻ്റെ ഉള്ളടക്കത്തെ പൂർണ്ണമായി മാനിക്കുവാൻ മടിച്ചിട്ട് ആ ദൈവത്തെ അവനുതകുന്ന ഒരു ഉപകരണമായി അധപ്പതിപ്പിച്ച് അതിൻ്റെ എന്താണ് പറയുന്നത് ആനുകൂല്യങ്ങൾ, അഡ്വാൻറ്റേജസ് അനുഭവിപ്പാനായി അത് അവന് മാത്രമായി സ്വകാര്യ സ്വത്താക്കി മാറ്റിവെക്കാനായി ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ ദൈവത്തെ പരിമിതപ്പെടുത്തി കളഞ്ഞു. ലോകത്തെയും ഈ ബ്രഹ്മാണ്ഡത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തെ യഹൂദിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ആയുധമാക്കി അവൻ ഒതുക്കിക്കളഞ്ഞു. അതാണ് നിരീശ്വരവാദിത്വം എന്ന് പറയുന്നത്. ലോകത്തിലേക്കും ഏറ്റവും അപകടകരമായ നിരീശ്വരവാദിത്വം ദൈവമില്ല എന്ന് പറയുന്നതല്ല. കാരണം ദൈവമില്ല എന്ന് നിങ്ങൾ 1000 തവണ പറഞ്ഞാലും ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരു തോതിലല്ലെങ്കിൽ മറ്റൊരു തോതിൽ അത് അവിടെ സ്ഥിതി ചെയ്യും. അതിനെ നാശം ചെയ്യുവാൻ, ഇറാഡിക്കേറ്റ് ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ദൈവമുണ്ട് എന്ന് പറയുമ്പോഴും ദൈവത്തെ പൂർണ്ണമായും നിർവീര്യമാക്കുവാൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ തന്നെയല്ല എന്നല്ല, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ദൈവത്തെ പൂർണ്ണമായും നിർവീര്യമാക്കുവാൻ
ഏറ്റവും കൂടുതൽ വ്യാപകമായും ഇഫക്റ്റീവായും പ്രവർത്തിക്കുന്നത് ദൈവമുണ്ട് എന്ന് അധരം കൊണ്ട് പറയുകയും ദൈവമില്ല എന്ന പ്രവൃത്തിയിൽ കൂടെ സാക്ഷ്യപ്പെടുത്തുന്നതുമായ അതിൽ അഗ്രഗണ്യരായി നിൽക്കുന്ന പുരോഹിതവർഗമാണ് എന്ന ഒരു തിരിച്ചറിവാണ് നാം ഈ സങ്കീർത്തനവും പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് യേശുവിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൗത്യ സംബന്ധമായ കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് യേശു അന്നത്തെ പുരോഹിതവർഗത്തെ ഏറ്റവും നിശ്ചിതമായി വിമർശിക്കുകയും മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ പരീശന്മാരെ പറ്റി യേശു എന്താണ് പറയുന്നത്? നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കയില്ല, കടക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് അനുവദിക്കുകയുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ നിശ്ചിതമായൊരു വിമർശനം നമുക്ക് വിഭാവന ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ദൈവത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു സംവിധാനമുണ്ടാക്കുമ്പോൾ, ഒരു സ്ഥാപനമുണ്ടാക്കുമ്പോൾ അതിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത അൺഅവോയ്ഡബിളായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ്? നാം സൃഷ്ടിക്കുന്നത് എന്തും പൂർണ്ണതയെ കൈയൊഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് സൃഷ്ടിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇത് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കണം. നാം എന്ത് സൃഷ്ടിച്ചാലും അത് പൂർണ്ണതയിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരിക്കും. കാരണം മനുഷ്യൻ നിർമ്മിക്കുന്ന ഒന്നിനും യാഥാർത്ഥ്യത്തിൻ്റെ, റിയാലിറ്റിയുടെ, ദൈവികമായ സാധ്യതകളുടെ പൂർണ്ണതയെ ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. പ്രപഞ്ചത്തിനും അതീതമായി വർത്തിക്കുന്ന ഒരു ദൈവത്തെ എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഒരു ചെറിയ സ്ഥാപനത്തിനുള്ളിൽ ഒതുക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഇതാണ് മനുഷ്യൻ മതപരമായ മേഖലയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. അത് നാം വ്യക്തമായി മനസ്സിലാക്കണം. നാം ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം, മതം ഒരു സ്ഥാപനമായി സൃഷ്ടിക്കുമ്പോൾ എന്തു സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ വിശാലമായ ദർശനവും വിശാലമായ ചുമതലയും വിശാലമായ ദൗത്യബോധവും കരുതലും അതിൻ്റെ ഭൂരിപക്ഷവും തിരസ്കരിച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് മാത്രമേ നമുക്ക് നമ്മുടേതായ ഒരു സ്ഥാപനം, ഒരു മതസ്ഥാപനം, ഒരു സഭ ഉണ്ടാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് എത്ര വ്യക്തമായി എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇത് വ്യക്തമായി ധരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. കാരണം നാം സഭാജീവിതത്തിന് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം വിലയിടിവും അല്പത്തരവും സംഭവിക്കുന്നത്? നമ്മുടെ സാധ്യതകൾ എന്താണ് കൂമ്പടഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ് നാം ഇത്ര കൃശഗാത്രരായി പോകുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിശാലത ഒരിക്കൽ പോലും ഉൾക്കൊള്ളുവാനുള്ള ആത്മീയ സ്വാതന്ത്ര്യം നമുക്ക് പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നത്? നാം എന്തുകൊണ്ടാണ് ഈ സങ്കുചിതമായ മനോഭാവത്തിൽ കൂടെ മാത്രം പ്രവർത്തിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്? നാം എന്തുകൊണ്ടാണ് അല്പത്തരത്തിൻ്റെ രാജാക്കന്മാരായി നിഗളിച്ച് നടക്കുന്നത്? അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് മതത്തിൻ്റെ നേതാവ്, മതത്തിൻ്റെ സംവിധാനത്തിൻ്റെ മാടമ്പികൾ യേശുവിനെ ക്രൂശിൽ തറച്ചത് എന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട യഹൂദ മതത്തിൻ്റെ അധികാരികൾ ദൈവപുത്രനെ കണ്ടപ്പോൾ അവനെ കൊന്നൊടുക്കിയാൽ മാത്രമേ അവ സൃഷ്ടിച്ച സംവിധാനത്തെ അല്ലെ സ്ഥാപനത്തെ നിലനിർത്തുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് അവർ ചിന്തിച്ചത് ന്യായമാണ്. അങ്ങനെ മാത്രമേ ചിന്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അത് മതത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാ കാലത്തേക്കും നൽകിയിരിക്കുന്ന സുവ്യക്തമായ ഒരു താക്കീതാണ്. ആ താക്കീത് പലരും ശ്രദ്ധിക്കാതെ, മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയില്ല ആയില്ല എന്ന് നടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു കോണു മാത്രം, അതും അതിൻ്റെ അവ്യക്തതയിൽ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ ചെറിയൊരു ചട്ടക്കൂടുണ്ടാക്കിയിട്ട് അതിൽ മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നത്, അതിൽ മാത്രമേ യേശുവിന് ഇരിപ്പിടമുണ്ടാക്കാൻ സാധ്യമാകുകയുള്ളൂ. ആ സംവിധാനത്തിൻ്റെ തന്നെ ഒരു കോണിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാനത്ത് മാത്രമാണ് യേശു ഇരിക്കുന്നത്.
യേശുവിനെയോ ദൈവത്തെയോ പരിശുദ്ധാത്മാവെ കാണുമെങ്കിൽ അവിടെ പോയി കാണണം. അതും പുരോഹിതൻ കാണിക്കുന്ന ക്രിയയിൽ കൂടെ മാത്രം കാണണം എന്ന് പറയുന്ന ഈ ഘോരമായ മണ്ടത്തരത്തിൻ്റെ പൈശാചികമായ പൊള്ളത്തരം എന്താണ് നാം തിരിച്ചറിയാത്തത്? ഇത് യേശുവിൻ്റെ ശരീരമാണെന്ന് പറയരുത്. ഇത് യേശുവിൻ്റെ ശരീരമല്ല. ഇത് യേശുവിനെ തിരസ്കരിക്കാൻ മാത്രം പര്യാപ്തമായ മനുഷ്യനിർമ്മിതമായൊരു ചട്ടക്കൂടാണെന്ന തക്കതായ താക്കീത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലുണ്ട്. ലൗദോക്യ സഭയുടെ ഉള്ളിൽ യേശുവിന് പ്രവേശനമില്ല. അതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. കാരണം എന്താണ്? മനുഷ്യൻ നിർമ്മിച്ച ഈ സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ യേശുവിനെ ഉൾക്കൊള്ളുവാനുള്ള വിശാലതയില്ലാത്തത് കൊണ്ടാണ്. ഒരിക്കലും യേശുവിനെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതിൻ്റെ ആദ്യത്തെ സൂചനയാണ് യേശുവിൻ്റെ പിറവിയുടെ സമയത്ത് മറിയയ്ക്ക് അതിൻ്റെ സമയമായപ്പോൾ അവൾക്ക് പ്രസവിക്കാനൊരു ഇടം തപ്പി തടഞ്ഞു ചെന്നപ്പോൾ അവിടുത്തെ സത്രത്തിൽ എന്താണ് എഴുതി വച്ചിരുന്നത്? ഇടമില്ല. ദർ ഈസ് നോ പ്ലേസ്. ഇവിടെ ഇടമില്ല. അത് ഒരു സത്രത്തിൽ മാത്രം എഴുതി വെച്ച കാര്യമല്ല. ലോകത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ചട്ടക്കൂടുകളും ആ സത്രം പോലെ തന്നെയാണ്. അവയൊക്കെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് സത്രം അവിടെ നിൽക്കുന്നത്. അതാ വേണ്ടതുപോലെ ആരും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അതൊരു വെറും സത്രമല്ല. മനുഷ്യൻ എന്തൊക്കെ സ്ഥാപനങ്ങളും ചട്ടക്കൂടുകളും നിർമ്മിക്കുന്നുവോ അതിൻ്റെ എല്ലാം അനിവാര്യമായ സ്വഭാവത്തെ ചിത്രീകരിക്കുന്ന ഒരു സാക്ഷിയായിട്ടാണ് ആ സത്രം അവിടെ നിൽക്കുന്നത്. മനുഷ്യനിർമ്മിതമായ ചട്ടക്കൂടിന് ദൈവത്തോടുള്ള പ്രതികരണം എന്താണ്? ഇവിടെ ഇടമില്ല. ദർ ഇസ് നോ സ്പേസ് ഫോർ യു. ഇത് നാം വ്യക്തമായി തിരിച്ചറിയണം. ഇതാണ് സത്യം. ഈ സത്യം അറിയാതെ നമുക്ക് സഭയെപ്പറ്റിയുള്ള ഒരു കാര്യവും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നാം ജനിച്ചപ്പോൾ തൊട്ടേ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? സഭയിൽ കൂടെ മാത്രമേ യേശുവിനെ അറിയാൻ സാധ്യമുള്ളൂ. സഭയിൽ കൂടെ മാത്രമേ സത്യം അറിയാൻ സാധ്യമാകുകയുള്ളൂ. സഭയിൽ കൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കുന്നുള്ളൂ എന്ന മനുഷ്യരാശിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അപരാധമായ പച്ചക്കള്ളമാണ് പിറന്നപ്പോൾ തൊട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് പറ്റിയ തകർച്ച എത്ര ഭീകരമാണ് നിങ്ങൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുവാൻ, ദൈവമുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇതിനുള്ളിലുള്ളവരുടെ ആകപ്പാടെയുള്ള സാധ്യത എന്താണ്? നാവ് കൊണ്ട് ദൈവമുണ്ട് എന്ന് പറയുകയും ഹൃദയം കൊണ്ട് ദൈവമില്ല എന്ന് പറയേണ്ടി വരികയും ചെയ്യുന്ന ഗതികേട് മാത്രമാണ് ഇതിനകത്തെ സാധ്യതയെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതുകൊണ്ടാണ് യേശു കപടഭക്തിക്കാരെ എന്ന് ആവർത്തിച്ച് അന്നത്തെ പുരോഹിത വർഗത്തെ വിമർശിക്കുന്നു. ആരാണ് കപടഭക്തിക്കാർ? നാവ് കൊണ്ട് ദൈവമുണ്ടെന്ന് സാക്ഷീകരിക്കുകയും ഹൃദയം കൊണ്ട് ദൈവമില്ല എന്ന് നിശ്ചയിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് കപടഭക്തിക്കാർ. അതിനേക്കാൾ മേൽത്തരമായ ഒരു ഡെഫിനിഷൻ നൽകുവാൻ എന്നെക്കൊണ്ട് കഴിയുകയില്ല. അങ്ങനെയുള്ള ഈ കാപട്യത്തിൻ്റെ സംവിധാനത്തിൽ വളർത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക്, അതിൻ്റെ ഉള്ളിൽ മാത്രം പരിമിതപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ വ്യക്തിത്വത്തിൽ സംഭവിക്കുന്ന കോട്ടത്തിൻ്റെ ഭീകരത അവന് തിരിച്ചറിയാൻ പ്രയാസമാണ്. കാരണം അവൻ ജീവിതത്തിൽ സത്യവുമായി ബന്ധമില്ലാതെ വളർത്തപ്പെട്ടവനാണ്. പക്ഷേ സത്യമായ ദൈവം, യേശുവായ സത്യം അവനെ നോക്കുകയും അവനെ ഓർത്ത് കണ്ണീർ വാർക്കുകയും ചെയ്യുന്നു. ആ കണ്ണീരിൻ്റെ നനവിലാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളുമായി പങ്കിടുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ 14-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ദൈവമില്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, നാവ് കൊണ്ടല്ല, ഹൃദയത്തിൽ പറയുന്നു. എന്നാൽ ആ മൗഢ്യം, ആ മൂഢത്തരം അതൊരു വലിയ മിടുക്കാണ് എന്ന് കരുതുന്നവരാണ് നേതാക്കന്മാരായ നമ്മുടെ മുമ്പിൽ അവരുടേതായ ആ യൂണിഫോം ഇട്ട് വിലസുന്നത്. ആ മണ്ടത്തരമാണ് നാം അറിയുന്ന ഏറ്റവും വലിയ ഭക്തി. ഇതിനേക്കാൾ ശോചനീയമായ ഒരവസ്ഥ വിഭാവന ചെയ്യുവാൻ എനിക്ക് കഴിവില്ല.
ദയവായി ഈ വാക്കുകൾ വചന അധിഷ്ഠിതം ആകയാൽ വചനത്തിൻ്റെ സത്യം മാത്രം ഉൾക്കൊണ്ട് നിങ്ങളെ അറിയിക്കുന്നതാകയാൽ അത് അർഹിക്കുന്ന പ്രാധാന്യം നൽകി നിങ്ങളിത് പരിഗണിക്കുകയും കൂടുതലായി ചിന്തിച്ച് ഇതിൻ്റെ ആഴമേറിയ അർത്ഥങ്ങളെയും ഇത് നൽകുന്ന അവഗണിക്കാൻ പാടില്ലാത്ത താക്കീതുകളെയും അതിൻ്റെ സ്പഷ്ടതയിൽ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ തന്നെ വേണ്ടതുപോലെ ക്രമീകരിക്കണം. ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.